ജനവിധിക്ക് ഇനി മണിക്കൂറുകൾ മാത്രം. ആര് ജയിക്കും, ഏതൊക്കെ വ്യക്തികൾ ഭരണത്തിലേക്ക് അല്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് എത്തും, ഏത് മുന്നണി ഭരിക്കും, ഇനി തൂക്കമന്ത്രിസഭയായിരിക്കുമോ, എന്താകും സംഭവിക്കുക? UDF ജയിച്ചില്ലെങ്കിൽ വലിയ തോതിലുള്ള തിരിച്ചടിയാണ് പൊതുവെ ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഇത്തവണയും ഭരണം ലഭിച്ചില്ലെങ്കിൽ ലീഗ് ഉൾപ്പെടെയുള്ള ആളുകൾ അടുത്ത ക്യാമ്പ് തേടി പോകും എന്നാണ് സൂചന. അടുത്ത ക്യാമ്പ് എന്ന് പറഞ്ഞാൽ LDF പോകും. കാരണം അവർക്ക് ഭരണമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയെ 2 തവണ ഭരണമില്ലാതെ കടിച്ചു പിടിച്ച് നിൽക്കുകയായിരുന്നു മുസ്ലിം ലീഗ്. ഇനിയും ഭരണമില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ തോതിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ തിരിച്ചടി ലീഗിനുള്ളിൽ സംഭവിക്കും. അതായത് UDF എന്ന ആ സംവിധാനം തീർന്നു എന്ന് തന്നെ പറയാം. LDF ജയിച്ചില്ലെങ്കിൽ ഇത്രയും കാലം പൊക്കിവെച്ച ആ PR വർക്കും സംഭവങ്ങളും ഒക്കെ തന്നെ തകർന്ന് തരിപ്പണമായി എന്നും ചിന്തിക്കാം. NDAക്ക് ജയിച്ചില്ലെങ്കിൽ വലിയ മുന്നേറ്റം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഒക്കെ നടത്തിയ വലിയ മുന്നേറ്റങ്ങളിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നും ചിന്തിക്കേണ്ടി വരും. അപ്പം 3 പേർക്കും ജയിക്കണം, ജയിച്ചേ പറ്റൂ. അങ്ങനെ സംഭവിക്കില്ലല്ലോ, ആരെങ്കിലും ഒരാളല്ലേ ജയിക്കുകയുള്ളൂ. ഈ ഒരു ചർച്ചയും ഈ ഒരു ഈ ഒരു അസന്നിഗ്ധാവസ്ഥയുമാണ് ഇപ്പോൾ 3 ക്യാമ്പുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഭരണ തുടർച്ച എന്ന പ്രതീക്ഷ കൈവിടാതെയാണ് LDF സംസ്ഥാനത്ത് ഭരണം തുടരാം എന്നുള്ള പ്രതീക്ഷയോടെ മുന്നേറുന്നത്. എന്നാൽ എക്സിറ്റ് പോളുകളൊക്കെ തന്നെ UDF പിന്തുണച്ചപ്പോൾ, നേരിയ തോതിലെങ്കിലുമുള്ള ഒരു പിന്തുണ UDF ലഭിച്ചപ്പോൾ അത് UDF ക്യാമ്പുകൾക്ക് ആശ്വാസം പകർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ കനത്ത വിജയത്തിൻ്റെ സ്വാഭാവിക തുടർച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് UDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നു. 79 മുതൽ 84 സീറ്റ് വരെ UDF നേടുമെന്നാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു കണക്കുകൂട്ടൽ. ലീഗിൻ്റെ കണക്കുകൂട്ടൽ അത്ര കൃത്യമായി ഭവിക്കാറൊന്നുമില്ല. എന്നാലും 84 വരെ സീറ്റ് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. കോഴിക്കോട്, കോട്ടയം, വയനാട്, അതുപോലെ ഇടുക്കി, എറണാകുളം, മലപ്പുറം തുടങ്ങിയ ജില്ലകളിലൊക്കെ തന്നെ വലിയ തോതിൽ UDF മുന്നേറ്റം ഉണ്ടാകും എന്ന് ലീഗ് പ്രതീക്ഷിക്കുന്നു. 75 സീറ്റ് CPM കണക്ക് കൂട്ടുന്നുണ്ട്. 75 സീറ്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഭരണത്തിലേറാനുള്ള സീറ്റുണ്ട്. മറ്റ് ഘടകകക്ഷികളുടെ സീറ്റും കൂടി ചേർന്നാൽ 61 സീറ്റുകളിൽ ഉറച്ച വിജയവും 14 സീറ്റിൽ മേൽക്കൈയും നേരിയ ഭൂരിപക്ഷത്തോടെ ഭരണ തുടർച്ച ഉണ്ടാകും എന്ന് CPM പ്രതീക്ഷിക്കുന്നു, LDF പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നേമം, കഴക്കൂട്ടം, പാലക്കാട്, ചാത്തന്നൂർ സീറ്റുകളിലാണ് BJP പ്രതീക്ഷ വച്ച് പുലർത്തുന്നത്. നേമം ശക്തമായ പ്രതീക്ഷയുണ്ട്. അതുപോലെ മഞ്ചേശ്വരം പ്രതീക്ഷയുള്ള ഒരു സീറ്റാണ്. 2021 12 നിയമസഭാ മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്ത് BJP അല്ലെങ്കിൽ NDA എത്തിയിരുന്നു. 16 മുതൽ 20 സീറ്റുകളിൽ മുന്നണികളിൽ ഒന്നിനെ 3ാം സ്ഥാനത്തേക്ക് തള്ളാൻ ആകും എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 12.52% വോട്ട് നേടിയ BJP 15 മുതൽ 16% വോട്ട് ശതമാനത്തിലേക്ക് ഉയരും എന്നും പ്രതീക്ഷിക്കുന്നു. എല്ലാവരും പ്രതീക്ഷയിലാണ്. തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ ജനങ്ങൾ എന്ത് ചിന്തിച്ചു, ജനങ്ങൾ എങ്ങനെ വോട്ട് ചെയ്തു എന്നുള്ളത് നമുക്ക് നാളെ അറിയാൻ സാധിക്കുകയുള്ളൂ. ഏത് മുന്നണിയായാലും വിജയം അനിവാര്യമാണ് ഓരോരുത്തർക്കും. LDF ജയിച്ചില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ അവരുടെ PR തള്ളുകളൊക്കെ തന്നെ വെറുതെയാകും. UDF ജയിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും നാളും സ്വരുക്കൂട്ടിയ എല്ലാവിധ ആശയങ്ങളും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് കാണിച്ച അഭ്യർത്ഥനകളും അതുപോലെ പ്രതിപക്ഷത്തിരുന്ന് കാണിച്ച സമരമുറകളും, വലിയ സമരമൊന്നുമില്ലായിരുന്നു, എന്നാൽ പോലും ജനങ്ങൾ UDF കോൺഗ്രസിനെ കൈവിട്ടു എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും. വെറുതെയാവുമല്ല. NDA ജയിച്ചില്ലെങ്കിൽ ഈ വലിയ മുന്നേറ്റം എന്ന് പറയുന്നതല്ലാതെ കാര്യമായ മുന്നേറ്റമില്ല എന്ന് ചിന്തിക്കേണ്ടി വരും. നാളെ അറിയാൻ കാര്യങ്ങൾ. തീർച്ചയായിട്ടും കാത്തിരിക്കാം.